വിപ്ലവകരമായ മാറ്റം. രാജ്യത്തെ 80 ദശലക്ഷത്തോളം വരുന്ന ജീവനക്കാർക്ക് ആശ്വാസമായ വാർത്ത. കാത്തിരിക്കേണ്ട, ക്യൂ നിൽക്കേണ്ട. PF പണം UPI വഴിയും ATM വഴിയും എളുപ്പത്തിൽ ഇനി പിൻവലിക്കാം. വലിയ മാറ്റങ്ങളിലൂടെ EPFO 3.0 ശ്രദ്ധേയമാവുകയാണ്. എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ വലിയ സാങ്കേതിക പരിഷ്കരണത്തിനാണ് ഒരുങ്ങുന്നത്. ഇനി മുതൽ നിങ്ങളുടെ PF പണം പിൻവലിക്കാൻ ഓഫീസിൽ പോയി ക്യൂ നിൽക്കേണ്ട. ഇതിനായി തൊഴിൽ മന്ത്രാലയം ഒരു പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ പുറത്തിറക്കിയിരിക്കുകയാണ്. ഇതിലൂടെ ജീവനക്കാർക്ക് ബാങ്ക് അക്കൗണ്ടിൽ എന്ന പോലെ UPI വഴി നേരിട്ട് അവരുടെ PF പിൻവലിക്കാം. ഭീം ആപ്പ് വഴി UPI ലിങ്ക് ചെയ്ത് പണം പിൻവലിക്കാനുള്ള സൗകര്യമാണ് നിലവിൽ വരാൻ പോകുന്നത്. EPFOയുടെ പുതിയ സാങ്കേതിക പരിഷ്കരണമായ EPFO 3.0യുടെ ഭാഗമായാണ് വിപ്ലവകരമായ ഈ മാറ്റം. ഈ വർഷം ഏപ്രിലോടെ ഈ സംവിധാനം പൂർണ്ണമായി പ്രവർത്തന സജ്ജമാകുമെന്നാണ് റിപ്പോർട്ടുകൾ. PF തുക പിൻവലിക്കാൻ ഓൺലൈനായി ക്ലെയിം ഫയൽ ചെയ്ത ദിവസങ്ങളോളം കാത്തിരിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ. EPF അംഗങ്ങൾ തങ്ങളുടെ അക്കൗണ്ടുകളിൽ നിന്ന് പണം പിൻവലിക്കുന്നതിനുള്ള ക്ലെയിമുകൾ UAN പോർട്ടൽ അല്ലെങ്കിൽ ഉമാങ് ആപ്പ് വഴിയാണ് ഫയൽ ചെയ്യുന്നത്. ക്ലെയിം പ്രക്രിയ പൂർത്തിയാക്കാൻ കുറച്ച് ദിവസങ്ങളെടുക്കും. ഓട്ടോ സെറ്റിൽമെന്റ് സിസ്റ്റത്തിന് കീഴിൽ ചില സന്ദർഭങ്ങളിൽ ക്ലെയിമുകൾ 3 ദിവസത്തിനുള്ളിൽ തീർപ്പാക്കപ്പെടും. എങ്കിൽ കൂടി അപേക്ഷ നിർബന്ധമാണ്. അതിനാൽ തന്നെ ക്ലെയിമുകളുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ബുദ്ധിമുട്ടുകൾ നേരിടാറുണ്ട്. എന്തായാലും ആ കാത്തിരിപ്പുകൾ ഇനി വേണ്ട. നിലവിലെ സംവിധാനങ്ങൾ അടിമുടി മാറ്റി അത്യാധുനിക ബാങ്കിംഗ് നിലവാരത്തിലേക്ക് സേവനങ്ങൾ ഉയർത്താനാണ് EPFO 3.0 ലക്ഷ്യമിടുന്നത്. ഇതിനായി വിപ്രോ, ഇൻഫോസിസ്, TCS തുടങ്ങിയ പ്രമുഖ കമ്പനികളെയാണ് പരിഗണിക്കുന്നത്. പുതിയ മൊബൈൽ ആപ്പിലൂടെ EPFO അംഗങ്ങൾക്ക് അവരുടെ EPF ബാലൻസ്, പാസ്ബുക്ക് വിശദാംശങ്ങൾ, പിൻവലിക്കൽ വിശദാംശങ്ങൾ എന്നിവ തത്സമയം കാണാം. ഇതിനുശേഷം PF ഫണ്ടുകൾ പിൻവലിക്കാൻ ആഗ്രഹിക്കുമ്പോഴെല്ലാം അവരുടെ ലിങ്ക് ചെയ്ത UPI പിൻ ഉപയോഗിച്ച് ഇടപാട് പൂർത്തിയാക്കാൻ കഴിയും. EPFന്റെ ഒരു ഭാഗം അക്കൗണ്ടിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് ഭൂരിഭാഗവും ബാങ്ക് അക്കൗണ്ടിലൂടെ UPI വഴി പിൻവലിക്കാവുന്ന വിധത്തിലാണ് ആപ്പിന്റെ നിർമ്മാണം. പിൻവലിക്കാൻ അർഹമായ തുക എത്രയെന്നും അക്കൗണ്ടിൽ നിർബന്ധമായും സൂക്ഷിക്കേണ്ട 25% ബാലൻസ് എത്രയെന്നും ആപ്പിലൂടെ അറിയാം. ഓരോ ഇടപാടിലും പരമാവധി 25,000 രൂപ വരെ UPI വഴി പിൻവലിക്കാനാകും. വരാനിരിക്കുന്ന പുതിയ തൊഴിൽ നിയമങ്ങൾ കൂടി പരിഗണിച്ച് അസംഘടിത മേഖലയിലെ തൊഴിലാളികളെയും ഉൾക്കൊള്ളാൻ ശേഷിയുള്ള രീതിയിലാണ് പോർട്ടൽ വികസിപ്പിക്കുന്നത്. പോർട്ടലിലെ വിവരങ്ങൾ പ്രാദേശിക ഭാഷകളിൽ ലഭ്യമാക്കാൻ AI വിവർത്തന സംവിധാനങ്ങൾ ഉണ്ടാകും. IT മന്ത്രാലയം വികസിപ്പിച്ച ഭാഷിണി പോലുള്ള ടൂളുകൾ ഉപയോഗിക്കുന്നതിലൂടെ ഇംഗ്ലീഷോ ഹിന്ദിയോ അറിയാത്തവർക്കും സ്വന്തം ഭാഷയിൽ പോർട്ടൽ ഉപയോഗിക്കാം. പുതിയ ആപ്പ് വരുന്നതോടെ തന്നെ നിലവിലുള്ള ഉമാങ് ആപ്പും പോർട്ടലും തുടർന്നും പ്രവർത്തിക്കുമെന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഈ സംവിധാനം നിലവിൽ വരുന്നതോടെ ലക്ഷക്കണക്കിന് സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്ക് വലിയ ആശ്വാസമാകും. അംഗങ്ങളുടെ ആധാർ കാർഡും ബാങ്ക് അക്കൗണ്ടും UPI ID-യുമായി ബന്ധിപ്പിച്ചിരിക്കണം എന്ന കാര്യം ഓർക്കുക. ക്ലെയിം സെറ്റിൽമെന്റ് പ്രക്രിയയിലെ കാലതാമസം കുറയ്ക്കുന്നതിനൊപ്പം അഴിമതിയും ഇടനിലക്കാരുടെ ഇടപെടലുകളും പൂർണ്ണമായും ഇല്ലാതാക്കാൻ ഈ പരിഷ്കാരത്തിലൂടെ സാധിക്കുമെന്ന ഉറപ്പ്. എന്തായാലും പുതിയ മാറ്റത്തിന് കൈയടിക്കുകയാണ് 8 കോടിയോളം വരുന്ന EPFO അംഗങ്ങൾ.